ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? നമ്മൾ ഇന്നലെ വ്ളോഗ് എൻഡ് ചെയ്തില്ലാന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ അങ്ങനെ വന്ന് നല്ല ക്ഷീണിച്ച് കുറെ നേരം വർത്താനം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പോണത് ഫൂക്കറ്റിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ കാഷ്വലി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വണ്ടിയിൽ കിടന്ന് ഉറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് റെഡി ആയിട്ട് നമ്മളൊരു സിറ്റി ടൂറാണ് കേട്ടോ പോണത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് കണ്ടു കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ പല കളറിലെ വാൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയും പിന്നെ 2-3 സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത്രയും പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൽ ആ സ്നോർക്കലിംഗ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഫീൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കിടന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത്ര ആകാശവും ഇത്ര മലകളും ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ മുന്നിലേക്ക് എന്തോ ഒരു നല്ലത് വരും. അങ്ങനെ ഒരു ഫീലിംഗ് വരുമോ അറിയില്ല, ആർക്കറിയാം. എന്നാലും വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അതേപോലെ താഴത്തേക്ക് ഇത്ര മീനുകളും നമ്മൾ കാണാത്തൊരു കാഴ്ചയല്ലേ, വലിയ പാറക്കെട്ടുകള്, ഒരു മഞ്ഞ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നീമോ, പിന്നെ അങ്ങനത്തെ മീനുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ സമാധാനമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ലൊരു രസമുള്ള ഒരു അനുഭവമായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്നോർക്കലിംഗ് എക്സ്പീരിയൻസ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഫുഡാണെങ്കിൽ ഞാൻ ഡിഫറെൻറ്റ് സാധനങ്ങൾ ട്രൈ ചെയ്യണത് അതാ. ഒരു സ്ഥലത്ത് വന്നാൽ ഇങ്ങനെ കുറച്ച് വേറിട്ട സാധനം, അവരുടെ കൾച്ചറിലുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യുമ്പോഴും, അതുപോലെ ഇവിടുത്തെ നമുക്ക് ഇതുവരെ ഇല്ലാത്ത എക്സ്പീരിയൻസുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതൊരു നല്ലൊരു ഫീലിംഗ് അല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടോ. ഇപ്പോൾ ശരണ്യയും ഗംഗയും കൂടെ റെഡി ആവണം. എന്നിട്ട് നമുക്ക് പോവാം. എന്നാലും ഞാൻ വന്ന് കുളിച്ചു. അതോടുകൂടി ഞാൻ വലിയ കാര്യത്തിൽ സ്ട്രെയിറ്റും ചെയ്ത് വന്നതൊക്കെ കംപ്ലീറ്റ്ലി പോയി. ഇപ്പോൾ മുടി ഇതേ ചറപറാന്നാണ് ഉള്ളത്. കളർ ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ചറപറാന്നായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ബർത്ത്ഡേ ആകുമ്പോഴേക്കും ഇത്ര വെച്ച് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. അപ്പം അത് രസമുണ്ടാവും വിചാരിക്കും. എന്നാലും കട്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. ഇവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു വലിയ വണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ്. നമുക്ക് അത്യാവശ്യം കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല കൂളിംഗ് ഒക്കെ ഉള്ള കാരണം നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സ്മൂത്ത് ആയിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് 7-Eleven കയറി. ഇന്നലെ കയറിയതേ ഉള്ളൂ, പക്ഷെ ഒന്നും കൂടി കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കുറച്ചധികം ഫുഡ് കിട്ടും കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വയറ് നിറയും. പിന്നെ നമുക്ക് ഈ യാത്ര പോകുമ്പോൾ ഭയങ്കര വിശപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതാണ്. വിലയും കുറവാണ് കേട്ടോ. പുറത്തത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല വിലയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ ഉണ്ട്, ചോറുണ്ട്. അതൊക്കെ അപ്പം തന്നെ അവർ വേണമെങ്കിൽ ചൂടാക്കി തരും. അത് കൂടാണ്ട് നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളുണ്ട്. കുറച്ച് നേരത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബണ്ണും അതേപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, വെള്ളമൊക്കെ പുറത്ത് 40 ബാത്തൊക്കെ ആണെങ്കിൽ ഇവിടെ 10 ബാത്തേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ വിലയിലും. പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്, അങ്ങനത്തെ ജ്യൂസസ് ഉണ്ട്, കോഫി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ മേടിച്ച് നമ്മളങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അരിനെല്ലിക കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഉപ്പ് തരും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഉപ്പിൻ്റെ കൂടെ പഞ്ചസാരയും മുളകും ഉണ്ട്. അതെനിക്കൊന്ന് ഇനി ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഉപ്പും പഞ്ചസാരയും അതേപോലെ മുളകും. പഞ്ചസാര തരി കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് പോയി റൂമിലെത്തി ഫ്രഷായി നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ മെയിൻ അല്ലേ പാറ്റ, പല്ലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ല, പല്ലിയില്ലാതെ ഒരു ഫ്ലോലങ്ങ് പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ലൈഫിലൊരു തവണയൊക്കെ സംഭവിക്കുന്നല്ലേ, അപ്പോൾ ഒന്നും മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് ശരു പറഞ്ഞു ഈ ഒരു ഇതെന്തായിരുന്നടാ, പീനട്ട് അല്ല, ന്യൂട്ടല്ലയുടെ ഒരു സാധനമുണ്ട്. ഒരു ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ന്യൂട്ടല്ലയും പഴവും വെച്ചിട്ട് അത് നല്ലതെന്ന് പറഞ്ഞിട്ട് രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അത് ഒരെണ്ണം മേടിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്യണം. അപ്പോൾ എല്ലാം നമ്മൾ ഓരോന്ന് മേടിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പോർക്കുണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പാർസൽ വേണമെങ്കിൽ അത് മേടിക്കാം, അങ്ങനത്തെ ന്യൂഡിൽസ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ എന്തെടുത്തേ, നമ്മൾ ചിക്കൻ്റെ തന്നെ എടുത്ത് ടിക്ക പോലെ അവരിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് തരും. നമുക്കിങ്ങനെ കൂടുതൽ കുക്ക് ചെയ്യണമെങ്കിൽ അവർ കൂടുതൽ ഇതിലിങ്ങനെ ഹീറ്റ് ചെയ്ത് തരും കേട്ടോ. അവർ സാധാരണ രീതിയിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ പോരാന്ന് തോന്നും. നമ്മൾ നല്ലോണം കുക്ക് ചെയ്ത് കഴിച്ച് ശീലിച്ചിട്ടുള്ളവരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഇതാക്കാൻ പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഹീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്കത് ഹീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അവർ. ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഫ്രൈ ചെയ്താൽ ചൂട് കൊടുക്കാനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ണി എടുത്തിരിക്കണത് എനിക്ക് തോന്നുന്നു സോസേജ് പോലത്തെ പിഗിൻ്റെ ആണ് കേട്ടോ, പോർക്കിൻ്റെ. അതല്ല നമ്മളെടുത്തത്, നമ്മൾ ചിക്കൻ്റെ എടുത്തത്.
അതെന്തോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ്, പക്ഷെ നമുക്ക് അത്ര മനസ്സിലാവാതെ കാരണം അത് അങ്ങനെ തിരിച്ചു വെച്ചു. ഇതിപ്പോൾ അവർ ചൂടാക്കി തരും, നമുക്കുള്ളതല്ല കേട്ടോ, വേറെ ആർക്കും ഉള്ളതാണ്. ചൂടാക്കി തന്ന് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു 7-Eleven കണ്ടു. അപ്പൊ അവിടെ കയറി തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ കയറിയതാണ്, പിന്നെയും കയറിയതാ. നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, രാത്രിയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലതാണല്ലോ വിചാരിച്ചാൽ അവിടെ നിന്ന് കയറി ആദ്യം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നടന്നപ്പോൾ പിന്നെ നമ്മൾ ഗ്രാബ് പിടിച്ചു. ടൂ വീലറിൽ ഇതേപോലെ നമുക്ക് പിന്നിലിരുന്ന് പോവാം. അങ്ങനെ ആകുമ്പോൾ വളരെ കുറച്ച് പൈസയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലെത്തി. ഇതൊരു മായാലോകമായിരുന്നു. ഇവിടെ ഇല്ലാത്ത വെറൈറ്റീസ് ഇല്ല കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ്, യു നെയിം ഇറ്റ് യു ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാം 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 ഉണ്ട്. മറ്റേ സ്ക്വിഡ്, അങ്ങനെ മീനുകൾ പലതരം, ചിക്കൻ തന്നെയാണെങ്കിലും കോഴിയുടെ കാല്, അത് ഇത് ഇന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഫുഡ് ഉണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കണ്ടു, ഇത് കോഴിയുടെ കാല്. എനിക്ക് ശരിക്കും ഇത് കണ്ടപ്പം ഞങ്ങൾക്ക് പണ്ട് ഇത് പട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്കിയും പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതിനിങ്ങനെ കാല് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് ഫ്രൈന്ന് പുഴുങ്ങിയിട്ടൊക്കെ അമ്മ കൊടുക്കുമായിരുന്നു. എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്ത്. എന്നാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ്റെ കാല് നമ്മൾ മേടിച്ചു. ശരിക്കും എനിക്ക് ഞങ്ങളുടെ വീട്ടിലത്തെ അമ്മൂനെയൊക്കെ ഓർമ്മ വന്നു. ഉണ്ണി അത് തന്നെയാണ് പറഞ്ഞത്, ഉണ്ണിക്ക് മണിക്കുട്ടീനെ ഓർമ്മ വരണമെന്ന് പറഞ്ഞു ആ ചിക്കൻ്റെ കാല് കണ്ടപ്പോൾ. അല്ലേ, നമ്മുടെ വീട്ടിൽ പട്ടിക്കൊക്കെ കൊടുക്കണതല്ല, പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാത്രേ. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മളിങ്ങനെ പറയില്ലേ, പാമ്പിനെ തിന്നുന്ന നാട്ടിലെത്തിയാൽ നടുക്കഷ്ടവും തിന്നാന്നൊക്കെ പറയല്ലോ. എന്നാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം തോന്നിയില്ല. പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കര എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഓയിലി ഫുഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ കുറേ നാളായില്ല അങ്ങനെ ഒരുപാട് ഓയിലി ഫുഡൊക്കെ കഴിക്കണമെന്നും ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടല്ലേ കഴിക്കണേ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ണിയുടെ എക്സ്പ്രഷൻ കണ്ടോ, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് മണിക്കുട്ടീനെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ഞാൻ തന്നെ കഴിച്ചു തീർത്തു. ഷരുവിനും ഇഷ്ടമായിട്ടോ, ഗംഗയ്ക്ക് അത്ര ഇഷ്ടമായോ സംശയമുണ്ട്. ഇല്ല, അവൾ ആ സമയത്ത് വേറെ എവിടെയായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ട്രൈ ചെയ്യണത് സ്ക്വിഡാണ് കേട്ടോ. ഇത് രസമുണ്ടായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ വേവിച്ചിട്ടില്ല, പക്ഷെ രസമുണ്ടായിരുന്നു. ഒരു സോസിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇളനീരുണ്ട്, ഐസ്ക്രീം, അത് അടിപൊളി. ഇവിടെ വന്ന് എന്തായാലും ഇളനീര് കഴിക്കണേ. ഇവിടുത്തെ ഇളനീരിന് കുറച്ചൊരു ഫെർമെൻറ്റഡ് ആയിട്ടുള്ള, കുറച്ച് നമ്മുടെ കള്ളിൻ്റെ പോലത്തെ ഒരു അത്രയും ഇങ്ങനെ പ്രോപ്പർ കള്ളായിട്ടല്ല, പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് നമ്മുടെ ആ ചക്കയുടെ പോലത്തെ ഫ്രൂട്ടില്ലേ, ഭയങ്കര പൊട്ട മണമുള്ളത്, എന്താ ഡൊറിഗനോ അങ്ങനെ ഒരു ഫ്രൂട്ടില്ലേ, അതാണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ കുഴാന്നുണ്ടായിരുന്നു. അത് ഗംഗയാണ്ടന് വായ അടച്ചിട്ട് കഴിക്കാൻ പറയുന്ന. പിന്നെ ന്യൂഡിൽസ് ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. നമുക്കത് കാണുമ്പോൾ പുഴുവായിട്ട് ഫീൽ ചെയ്യെങ്കിലും അത് ശരിക്കുള്ള ന്യൂഡിൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ പൊന്നോ എത്രയാ അങ്ങനെ കണ്ട് പോകാം. അതായത് മുതല പക്ഷെ നമ്മൾ കഴിച്ചില്ല. നമ്മൾ ശരിക്കുള്ള മുതലെ കാണുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ മുതല കഷ്ണങ്ങളാണല്ലോ. പിന്നെ ഇവിടെയാണ് മെയിനായിട്ട് കുറേ തരം പുഴുവും പാറ്റയും പിന്നെ തേളും അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഉള്ളതിൽ ചെറിയൊരു പുഴുവിനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഈശ്വര ആവട്ടെ. കൊള്ളൂലല്ലേ, എന്താ അങ്ങനെ ഒരു എക്സ്പ്രഷൻ? ചെമ്മീനൊക്കെ പോലെ ഇറക്കി കൊള്ളൂലേ, അങ്ങനെ കാണിക്കില്ല എനിക്ക്. ഓ ഗോഡ്, കഴിച്ചോക്കില്ല, അത്ര സുഖമുള്ളൊരു ടേസ്റ്റ് അല്ല, കഴിച്ചോക്കില്ല. പക്ഷെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും അങ്ങനെ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇതാന്നുള്ള ഫീലിംഗ് ഉള്ളോണ്ടേ കഴിക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ. ചെമ്മീൻ കഴിക്കണ പോലെ, അല്ലെങ്കിൽ ചെമ്മീനൊക്കെ ഇല്ലേ ആ ഒരു ഇതേ ഉള്ളൂ. ഇതെന്താണ്, എന്ത് പുഴുവാണ് ഇത്? കുണ്ടളം. അത് മറ്റേത് എന്ത് ചെറിയ പുഴുവാണ്. ഇതെന്തോ സിൽക്കോം ആ ഒരു ടൈപ്പ് എന്തോ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിലൊരു അറപ്പ് ഫീൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഫീലാണ് തോന്നിയത്. പക്ഷെ ഇനി ഇത് കഴിക്കുമോ ചോദിച്ചാൽ ഇത് കഴിക്കണ്ടാവില്ല, വേറെ പുതിയ സാധനങ്ങൾ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമായിരിക്കും.
ആകെ ഒരു പാത്രത്തിൽ മേടിച്ചിട്ട് ഞാനും ഗംഗയും മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ നമ്മൾ കളഞ്ഞു. നമുക്ക് അങ്ങനെ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇനി ചിലപ്പോൾ വേറെ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഫുഡ് എനിക്ക് അങ്ങനെ ഭയങ്കര നിർബന്ധങ്ങളൊന്നും ഉള്ള ഒരാളല്ല. എനിക്ക് വിശപ്പടക്കാനുള്ളത് കിട്ടിയാലും ഞാൻ സർവൈവ് ചെയ്ത് പോകും അത്യാവശ്യം കുറച്ചധികം നാളത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊതിയൊക്കെ വരുമായിരിക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇത് ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അതല്ലാണ്ട് ഫുഡ് അത്യാവശ്യം പെർട്ടിക്കുലർ ആയിട്ടുള്ളവർക്ക് ഇതൊന്നും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അതൊരു തെറ്റൊന്നും അല്ല കേട്ടോ. നമുക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാം. കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താണ്ട് ഇരിക്കുക. അങ്ങനെ ഒരു നൈസായിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ അടുത്തത് ഓയിസ്റ്റർ ആണ് കേട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അത് സർപ്രൈസിംഗ്ലി എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അതിൽ 2 ഫ്ലേവർ ഉണ്ടായിരുന്നു. ഒരു സ്പൈസി ഫ്ലേവറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇഷ്ടമായില്ല, ഇങ്ങനെയും തോന്നിയില്ല, പൊട്ടയായിട്ടും തോന്നിയില്ല. പക്ഷെ ഷരൂന് ഭയങ്കര എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ നമ്മൾ ലോബ്സ്റ്റർ ആണ് കേട്ടോ കഴിക്കുന്നത്. ലോബ്സ്റ്റർ സർപ്രൈസിംഗ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. പിന്നെ ഒരു പപ്പായ സാലഡും ഉണ്ടായിരുന്നു. പപ്പായ സാലഡ് ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് എരിവായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വായ ഒഴിച്ച് അതങ്ങനെ നിർത്തി. ഇത് നല്ലതായിരുന്നു കേട്ടോ. ലോബ്സ്റ്റർ നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ട് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട്, ലോബ്സ്റ്റർ ഒന്നും ഞാൻ നാട്ടിൽ കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണേ. അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് എന്താ ഇഷ്ടമായി, പിന്നെ ഫ്രൂട്ട്സ്, ഇവിടുന്ന് കുറേ ഫ്രൂട്ട്സും സ്മൂത്തീസും ഒക്കെ കഴിച്ചു. അതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ലോബ്സ്റ്റർ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ഐലൻഡിലല്ലേ പോയേ, ഇന്ന് നമ്മളൊരു സ്ട്രീറ്റിലും പോയി, പിന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ്, ഒരു ക്ലോത്ത് അങ്ങനത്തെ ഒരു സ്ട്രീറ്റിലും പോയി. ഫുഡ് സ്ട്രീറ്റിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. എനിക്കിഷ്ടമായിടാ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടേക്ക് വരാം. ഡിഫറെൻ്റ് ആയിട്ടല്ല, നമുക്ക് നോർമൽ ആയിട്ടുള്ള സാധനങ്ങൾ മതിച്ചാലും ഇവിടെ ഉണ്ട് കേട്ടോ, ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ തന്നെ നല്ല സൂപ്പർബാണ്. അപ്പോൾ ആരെങ്കിലും വല്ല പുഴുവിനെയോ പാറ്റേനെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തോന്നിയെന്ന് പറയണം. കാരണം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയുണ്ട് എന്നുള്ളതൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു. പിന്നെ തായ്ലാൻഡിൽ പോയിട്ടുണ്ട്, ഇങ്ങനത്തെ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എനിക്ക് എന്തായാലും ഒരു നല്ലൊരു ടേക്ക് അവേ ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് നല്ലൊരു ഓർമ്മ, ഇങ്ങനെ പറയുമ്പോഴാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അപ്പം തന്നെ ഏട്ടനെ വിളിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പുഴുവിനെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇമ്മക്കുട്ടി അപ്പം തന്നെ ഓടിപ്പോയി അവിടെ നിന്ന്. അയ്യോ അമ്മു എൻ്റെ അടുത്ത് ഇനി മിണ്ടേ വേണ്ട, അമ്മയ്ക്ക് എങ്ങനെ അതിനെ കഴിക്കാൻ തോന്നി, യക്കി 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 എന്നൊക്കെ ഇമു എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇമു നമുക്ക് ഓരോ മനുഷ്യർ ഓരോ തരത്തിലല്ലേ, ചിലർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടാവും. അവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോട്ടെ. ഇപ്പം ഇമ്മയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണ്ട, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച്, അപ്പം അത്രയുള്ളൂടെ. ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നല്ലൊരു ഉറക്കം, സമാധാനം, സന്തോഷം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.